നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം കൊണ്ടാടുന്നതിനിടെ നീതിക്കായി കേടുന്ന പാവപ്പെട്ടവന്റെ കണ്ണീർ കാണാതെ പോകുകയാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി. കള്ളക്കേസിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ദളിത് യുവതിയെ നഗ്നയാക്കി പരിശോധിച്ചും കുടിക്കാൻ ശുചിമുറിയിലെ വെള്ളം കൊടുത്തും ഭരണമികവിന്റെ വാർഷിക തിളക്കത്തിൽ കേക്ക് മുറിച്ചാഘോഷിക്കുന്ന പിണറായി വിജയന് കണക്കിന് കൊടുക്കുകയാണ് 24ന്റെ തീപ്പൊരി അവതാരകൻ ഹാഷ്മി. ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ ആഘോഷങ്ങളുടെ തുടക്കം. അതേസമയം കെടുകാര്യസ്ഥതയും ധൂർത്തും നിഷ്ക്രിയത്വവും ആരോപിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷ ദിനം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം. നാടിനെ നടുക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും, നിരവധി പേരുടെ ജീവനെടുക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ, ആരോഗ്യമേഖലയിലെ വീഴ്ചകൾ, ഏറെ ആരോപണങ്ങൾക്ക് വഴിവെച്ച ADM നവീൻ ബാബുവിന്റെ മരണം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIO കേസ്, തുച്ഛമായ വേതന വർധനവിനായുള്ള ആശാ വർക്കർമാരുടെ സമരം തുടങ്ങി നിരവധി വിവാദങ്ങളുണ്ട്. പോലീസ് അനാസ്ഥയും ക്രൂരതകളും തുടരുന്നു. ഇതിനിടെ ദളിത് യുവതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ അപമാനത്തിൽ പിണറായിയെ വട്ടം കറക്കിയ ഹാഷ്മിയുടെ വാക്കുകളിലേക്ക്. ഈ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ പെരുമ്പറ മുഴക്കങ്ങൾക്കിടെ പേരൂർക്കട സ്റ്റേഷനിൽ ഒരു ദളിത് സ്ത്രീ ഒരു പാവം വീട്ടമ്മ നേരിട്ട കാക്കിത്തമ്മാടിത്തരം അറിഞ്ഞിട്ടും ആത്മാവിനൊരു നീറ്റലുണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി മാപിനിക്കെന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം. ആ വികസന വായ്ത്താരികളിൽ പറഞ്ഞുകേട്ട സപ്രപഞ്ചക്കട്ടിലിൽ കിടക്കുന്നവരല്ല, വ്യാജമായി പറയപ്പെടുന്ന അടിസ്ഥാനവർഗ ക്ഷേമരാഷ്ട്രീയത്തിന്റെ പാൽപ്പായസ മധുരം നുകർന്നവരുമല്ല. ആ കൈപ്പൻ യാഥാർത്ഥ്യങ്ങളോട് നേർക്കുനേർ നിൽക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, കൂലിപ്പണിക്കാരാണ്. കൗമാരക്കാരികളായ 2 പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ വളർന്നുവരുന്ന ആവശ്യങ്ങൾക്ക്, വീട്ടിലെ പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ ഭിക്ഷാപാത്രമെടുത്ത് തെരുവിൽ കൈനീട്ടാൻ ഇറങ്ങിയവരല്ല ബിന്ദുവും ഭർത്താവും. അടുക്കളകളിൽ പാത്രങ്ങൾ കഴുകിയും മുറ്റമടിച്ചും തുണിയലക്കിയും രാവന്തിയോളം പണിയെടുത്ത് രക്തം വിയർപ്പാക്കുന്ന അടിസ്ഥാനവർഗമാണ്. അധ്വാനിക്കുന്ന മനുഷ്യരോട് ഏമാന്മാരുടെ എംബോക്കിത്തരം കണ്ടൊരു ധാർമ്മിക രോഷം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ചോരയും നീരുമുള്ള മനുഷ്യരാണോ? ഏതോ വലിയ വീട്ടിലെ കാശുകാരി ചേച്ചിയുടെ മാലമോഷ്ട പരാതിയിലാണ്, ഇല്ലാ കഥയിലാണ്. വീട്ടുകാരെ 2 പെൺമക്കളെ പോലും അറിയിക്കാതെ മിസ്റ്റീരിയസ് കസ്റ്റഡി, രാത്രി മുഴുവൻ സാറന്മാരുടെ മര്യാദഘട്ട വർത്താനങ്ങൾ, വസ്ത്രമില്ലാത്ത പരിശോധന, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ മാലക്കള്ളി എന്ന് വിളിച്ചു സാറേ എന്ന് എത്രയാവർത്തി പറയുമ്പോഴും ആ സാധു സ്ത്രീയുടെ കണ്ണിൽ നിന്നും ധാരയിട്ട് വീഴുന്നത് തീക്കണ്ണീരാണ്. ഒന്നുമില്ലാതെ, പഴങ്കഞ്ഞി പോലുമില്ലാതെ പട്ടിണി കിടന്ന് വയറൊട്ടിയങ്ങ് ചത്തുപോയെന്ന് വന്നാലും മോട്ടിക്കണം എന്ന ചിന്ത പോലും വരാത്ത മനുഷ്യരെ കള്ളി എന്ന് അധിക്ഷേപിക്കാൻ ആരാണോ പിണറായി പോലീസ് ലൈസൻസ് തന്നെ? ആ പോലീസുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. അതൊരു ഹൈ പ്രൊഫൈൽ തമ്പുരാട്ടിയാണെങ്കിൽ, ഏതെങ്കിലും പാർട്ടികളുമായി മുള്ളിത്തെറിച്ച ബന്ധമുള്ളവരാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ രാത്രി തൊണ്ടവറ്റി വെള്ളം ചോദിച്ച കക്കൂസി പോയി കുടിക്കടി എന്ന് വൃത്തിയോട് പറയുവോ? ഇല്ലെന്നാണ് 3.5 തരം സാക്ഷ്യം. അത് ചീളുകേസല്ല, കേരളം ഞെട്ടിയൊരു കൊലക്കേസാണ്. ആ ഭാസ്കരക്കാരൻ അവരെ കൊന്നുതള്ളിയ ഒരുത്തി കിട്ടിയ ആനുകൂല്യങ്ങൾ, പരോളുകൾ, കൂടെ നിന്നൊരു മന്ത്രിസഭ, സ്വാധീനത്തിൽ കിട്ടിയ ശിക്ഷാ ഇളവൊക്കെ കണ്ടതാണ് കേരളം. മാനദണ്ഡം തൊലിവെളുപ്പെന്ന ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ പാട്ടുകാരൻ റാപ്പർ പറഞ്ഞതാണ് ഇരട്ട നീതി, അല്ലാതെ RSS ഗുരു പറയും മട്ടിൽ വേടനല്ല സാറേ ജാതി ഭീകരവാദി. പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി, ഈ ദിവസങ്ങളിൽ അത്രയും ആ കൂരയ്ക്ക് താഴെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പറ്റിയതല്ലേ? നിർത്തണമാ കരച്ച് ഇറങ്ങി നിൽക്കണം. കേട്ട ഓരോ തെറിക്കും, അധിക്ഷേപങ്ങൾക്ക്, അസഭ്യങ്ങൾക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കണം, പക വീട്ടണം. ആ വെറിയൻ തെമ്മാടിക്കൂട്ടത്തെ പേടിച്ചടിപ്പട്ടില്ലാതാവാനാണെങ്കിൽ ഇതിലും കൊടികെട്ടിയ തമ്പ്രാക്കന്മാരെ വിറപ്പിച്ച് വില്ലവണ്ടിയെടുത്ത് എന്തിനായിരുന്നു തലപ്പാവണിഞ്ഞ മനുഷ്യന്റെ നവോത്ഥാന യാത്ര, അയ്യങ്കാളി യാത്ര?